സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട്. വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും ഷഹദ് റഹ്മാനും നിതിൻ അംബുജൻ എറണാകുളത്തു നിന്നും നമുക്കൊപ്പം ചേരുന്നു. സലീം മാലിക്കിലേക്കാണ് ആദ്യം. സലീം, വടക്കൻ കേരളത്തിൽ വ്യാപക മഴയുണ്ട്, അതോടൊപ്പം തന്നെ മഴക്കെടുതികളുണ്ട്. എന്തൊക്കെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? സലീം, ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തുടനീളം വ്യാപക മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നത്. അതിന് സമാനമായ മഴയാണ് പെയ്തത്. ഇന്നും സമാനമായി വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് മഴ മുന്നറിയിപ്പ് പ്രകാരം ലഭിക്കുന്നത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം എറണാകുളം വരെയുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളില്ല. പക്ഷേ ആലപ്പുഴയിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഈ ജില്ലകളുടെ കണക്ക്. പക്ഷേ ഈ കണക്ക് ഇന്ന് രാവിലെ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നതോടുകൂടി ഈ കണക്ക് മാറും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, വടക്കൻ ജില്ലകളിൽ പലയിടത്തും റെഡ് അലർട്ടിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് വന്നത്. അതിലായിരുന്നു ഏറ്റവും ഒടുവിലായിരുന്നു കണ്ണൂരിലും കാസർഗോഡും ഇന്നലെ റെഡ് അലർട്ട് നൽകിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നും സമാനമായ ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടി മഴ മുന്നറിയിപ്പ് മാറുമെന്നും അതിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുമെന്നുമാണ് നിലവിൽ പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ മാസം 20 വരെ അതിശക്തമായ മഴ തുടരും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളത്. അതിന്റെ ഭാഗമായി ഈ മാസം 19 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് കാരണം 2 ന്യൂനമർദ്ദങ്ങളാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതൊന്ന് രാജസ്ഥാന് മുകളിലുള്ള ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ്. ഒപ്പം തന്നെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും അതിശക്തമായ, അത് പടിഞ്ഞാറൻ ബീഹാറിനും കിഴക്കൻ ഉത്തർപ്രദേശിനും മുകളിലായാണ് ആ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത്. ഈ 2 ന്യൂനമർദ്ദങ്ങളും ഒന്നിച്ചാണ് കേരളത്തിൽ ശക്തമായ കാലവർഷത്തിന് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. മാത്രമല്ല, മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ലോല മേഖലകളിലും ഉൾപ്പെടെ ഉള്ളിടത്ത് വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഉന്മേഷ്, സ്മിത. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം സുർജിത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അവിടെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയുണ്ടോ രാവിലെ മുതൽ? സ്മിത, ഇപ്പോൾ മഴ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ രാത്രി അതിശക്തമായ രീതിയിലാണ് മഴ പെയ്ത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തി ബാക്കി എല്ലായിടത്തും ശക്തമായ രീതിയിലുള്ള മഴപ്പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പല റോഡുകളും ഇടറോഡുകളും എല്ലാം തന്നെ വെള്ളക്കെട്ടിലാകുന്നൊരവസ്ഥ ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു ശമനം ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഊര് പൈതൃക കേന്ദ്രത്തിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, പ്രവേശന വിലക്ക് ഇന്നുണ്ട്. കാരണം ശക്തമായ മഴയിൽ പുന്നപ്പുഴയിൽ ഒരുപക്ഷെ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിലേക്കുള്ള അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ച് കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. എന്തായാലും ആശ്വാസകരമാണ്. ഇനി വരും മണിക്കൂറുകൾ എങ്ങനെയാണ് സ്ഥിതി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരുപക്ഷെ പലയിടത്തും വെള്ളം കയറാൻ ഉൾപ്പെടെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നിലവിലിപ്പോൾ മഴയില്ല. വിവരങ്ങൾ നൽകിയ നമ്മൾ ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. അതിന് മുൻപ് ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജ് BJP നേതാവിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്നലെ കേസെടുക്കാം എന്ന്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ നടപടി. PC ജോർജിനെതിരെ കേസ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് മഴ സാഹചര്യം? ഷഹദ്.
ഉന്മേഷ, കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ കാര്യമായിട്ട് മഴ ജില്ലയിലില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഏകദേശം ഒരു മണി വരെയൊക്കെ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ മഴയില്ല. മാത്രമല്ല, ചില ഇടങ്ങളിൽ, അതായത് ഇന്നലെ രാത്രി പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ തുടർന്ന് ചില ഇടങ്ങളിലൊക്കെ വെള്ളം കയറി, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി അന്വേഷിക്കുമ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മണ്ണടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇത് വഴിയുള്ള ഗതാഗതം അത് ശ്രദ്ധയോടുകൂടി അത്യാവശ്യക്കാർ മാത്രം പോകണം എന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം സമാനമായ ഇത് തന്നെയാണ് താമരശ്ശേരി ചുരത്തിലും ഉള്ളത്. അതായത് അത്യാവശ്യമുള്ള ആളുകൾ മാത്രം അതുവഴി പോകണം, അല്ലാത്ത ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, വലിയ വാഹനങ്ങൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഉച്ചയോട് കൂടി പെയ്ത മഴയിൽ മരുതോങ്കര വില്ലേജിൽ 16 കുടുംബങ്ങളിലായി 49 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് മഴയില്ല, കാര്യമായിട്ട് വെള്ളമില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ ചിലപ്പം അവർ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് റെഡ് അലേർട്ട് എന്നായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. എന്നാൽ പിന്നീട് അത് മാറി ഓറഞ്ച് അലേർട്ട് ആവുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാര്യമായിട്ട് മഴയില്ല. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും, അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി എറണാകുളത്ത് നിന്ന് നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, ഇന്നലെ പകലും രാത്രിയിലും തുടർച്ചയായ മഴയുണ്ടായിരുന്നു എറണാകുളത്തിന്റെ പല ഭാഗങ്ങളിലായി. ഇപ്പോൾ രാവിലത്തെ ഒരു സാഹചര്യം എന്താണ്? സ്മിത, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായ മഴയാണ് എറണാകുളം ജില്ലയിൽ ലഭിച്ചത്. നിലവിലിപ്പോൾ നഗരത്തിൽ അല്പം മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഉൾപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. കോതമംഗലം, പിറവം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ലഭിച്ചു. ഇന്നിപ്പോൾ ഈ നിമിഷം ഇപ്പോൾ എന്തായാലും നഗരത്തിൽ മഴ മാറി നിൽക്കുന്നു. അതേസമയം തന്നെ എറണാകുളം വിട്ടുള്ള ഉൾപ്രദേശങ്ങളിൽ ശക്തമായ മഴ പലയിടങ്ങളിൽ ലഭിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ ചില നാശനഷ്ടങ്ങൾ ഇന്നലത്തെ ശക്തമായ കാറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, 2 പേർക്ക് പരിക്കേറ്റു. ഇന്നിപ്പോൾ ചിറ്റേത്തകരയിൽ മതിലിടിഞ്ഞു വീണ് ഒരു കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ നിലയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയുടെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു.